ഞങ്ങളിലൂടെ ജീവിക്കുന്നു. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. എന്ത് യോ എന്ത് യോ 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 എന്താടോ 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 കാര്യം? എന്താ സംഭവം? എന്താ? ചത്ത പോലെ ജീവിക്കുന്നു. എന്താ പിണറായി ഇവിടെ ജീവിക്കുന്നു. ആ ചത്ത പോലെ എന്താടോ? ഇപ്പൊ കൊണ്ടോ ഇപ്പൊ കൊണ്ടോ ഇപ്പൊ കൊണ്ടോ? എടോ, പിണറായി വിജയനോട് മുട്ടി മുട്ടി നിന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിട്ട് ആൾക്കൂട്ടത്തെ തനിച്ചാക്കി അദ്ദേഹം പോയിട്ട് 1 വർഷം തികയാണ്. വല്ല ഓർമ്മയുണ്ടോ? എവിടെ ഓർക്കാനാ? അല്ല ഇവര് എവിടെ ഓർക്കാനാ? ചൈനയിലെ വല്ല ഷിങ് ഷൂ ഷീ വല്ല അന്തരിച്ചിരുന്നുവെങ്കിൽ ഇട്ടേനെ. വിപ്ലവ എന്തായിരുന്നു അഭിവാദ്യങ്ങൾ എന്നിട്ടേനെ. അയ്യോ നിങ്ങളെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇട്ടേനെ. എടോ, ഒരു പ്രതിപക്ഷ മര്യാദ വേണോ? അതിന് മുന്നേ നമുക്ക് സ്വാഗതം ചെയ്യാം അവരെ. സുഹൃത്തുക്കളെ, പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തർക്കമുണ്ടോ ആർക്കെങ്കിലും? തർക്കില്ല. തർക്കിക്കരുത്. തർക്കിച്ചാൽ തന്നെ നോയിക്കോട്ടെ. എടോ, പ്രതിപക്ഷ മര്യാദ എന്ന നിലയിൽ മുഖ്യമന്ത്രി അദ്ദേഹം മുൻ ഉമ്മൻചാണ്ടി ക്ഷമിക്കുക മുൻ മുഖ്യമന്ത്രി അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശരി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം നമ്മളെ വിട്ട് പിരികിട്ട് 1 വർഷം ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വേളയിൽ അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണല്ലോ. അതിന്റെ ഒരു പ്രതിപക്ഷ ബഹുമാനത്തിൽ ഇയാൾക്ക് ഒരു ആദരാഞ്ജലികൾ ഇടാമോ? ഞാൻ പുതുപ്പള്ളി പോയിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. എനിക്കറിയില്ല. പെട്ടെന്ന് തോടിൽ ഇയാള് ചാടിയായിരുന്നു. കാരണം എന്താ, ഞാൻ ഇന്ന് കോട്ടയത്തുണ്ടായിരുന്നോ? ഞാൻ വെളുപ്പിനെ എന്നിട്ട് നേരം പുലർന്നപ്പോ ഇങ്ങ് പോന്നോ? അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗോവിന്ദൻ സഖാവിന്റെ വിളി എന്ന് പറയുന്നത് പെട്ടെന്ന് പുതുപ്പള്ളി പള്ളിയിലേക്ക് ചെല്ലുക. അവിടെ ചെന്നപ്പോഴാണോ, കോട്ടയിൽ ചെന്നപ്പോഴാണോ, അതോ പുതുപ്പള്ളി പള്ളി നിന്നപ്പോ തന്നെ? ഞാൻ കോട്ടയത്ത് ഒരു ആവശ്യത്തിന് പോയതാ, പാർട്ടിയുടെ ആവശ്യത്തിന്. അവിടെ ചെന്നപ്പോൾ എന്നെ താത്വികാചാര്യൻ പെട്ടെന്ന് വിളിച്ചു പറയുന്നു, യുവരക്തമേ നീ ഉടനെ പുതുപ്പള്ളി പള്ളിയിൽ എത്തണം. ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന്. അവിടെ ചെല്ലുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. അതെ, ഞാൻ അവിടുത്തെ നീക്കങ്ങൾ സത്യം പറയടോ, ഇയാള് കുഞ്ഞുഞ്ഞി അദ്ദേഹത്തിനെ കാണാൻ പോയതല്ലേ? അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ ഒന്ന് തൊഴാൻ പോയതല്ലേ? ഗോവിന്ദൻ മാഷും വിളിച്ചിട്ട് ആരും വിളിച്ചിട്ടില്ല. ഇയാൾക്ക് എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ഇയാൾ അദ്ദേഹം മരിച്ചപ്പോൾ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ ആരും കാണാതെ പുലർച്ചെ രാവിലെ 3 മണിക്ക് പോയി കണ്ട് തൊഴുത് കരഞ്ഞു വിളിച്ച ആളാണ് ഇയാള്. ഇന്ന് ഇങ്ങനെ ഉണ്ടല്ലോ. ആ ആള് ഇന്ന് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പോയതിന്റെ പിന്നാലെ തന്നെ ഇയാളും ഉണ്ടായിരുന്നു. സത്യം എന്താ, ഇയാൾക്ക് കുഞ്ഞുഞ്ഞ അദ്ദേഹത്തെ വലിയ കാര്യ, വലിയ ഇഷ്ട. സത്യം പറഞ്ഞ പിണറായിക്കാൾ ഏറ്റവും വലിയ ഇഷ്ടം അദ്ദേഹത്തോടാ. അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ വന്നിട്ടുണ്ട്, ബിനീഷ് അവിടെ പോയെന്നും പറഞ്ഞുകൊണ്ട്. അത് നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. ബിനീഷ് ഉള്ള കാര്യം തുറന്നു പറയുന്നു. അതായത് ബിനീഷ് ഉള്ള കാര്യം തുറന്നു പറയുന്നു. വെറും സൗഹൃദത്തിന്റെ അല്ല, എന്താ ഈ വെറും സൗഹൃദം? വേറെ ആർക്കും അല്ല, ഒറ്റ മന്ത്രിമാര് പോലും ഇല്ല, അനുവദിക്കില്ല. അല്ല, ഒറ്റ മന്ത്രിമാര് പോലും അദ്ദേഹത്തിന് ഒരു ചിത്രം എന്തിന് അന്ന് ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാ സംഭവ വികാസവും കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിന്റെ ഒരു വാക്ക് പോലും പറയാത്ത ടീമിൽ നിന്ന് അത് നിങ്ങളുടെ ഒന്നും ആദരാഞ്ജലി പോസ്റ്റ് ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ പ്രതിപക്ഷ മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? മനുഷ്യനാണോ ഇന്ന് എന്താ പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കുമെന്നാണല്ലോ. അത്രേ ഉള്ളൂ. ബിനീഷ് കോടിയേരി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, ഇന്നും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ന വ്യക്തിയുടെ വിശുദ്ധൻ ആയതുകൊണ്ട് മാത്രമാണ്. അതൊന്നും വേണ്ട. അയ്യോ, എങ്ങനെ എന്തോ മുഖ്യമന്ത്രി ആയിരുന്നു അങ്ങനെയല്ലല്ലോ. ഇവിടെ പിണറായി വിജയൻ എന്തൊക്കെ വാക്കുകൾ കൊണ്ട് ദൈവം എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിണറായി വിജയനെ നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു കപ്പിത്താനുണ്ട് എന്നൊക്കെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇവിടെ വിശുദ്ധൻ എന്ന് പറഞ്ഞതാ പ്രശ്നം. ഞങ്ങളല്ല പറഞ്ഞത്, കോടിയേരി ബാലകൃഷ്ണന്റെ മകനാ പറഞ്ഞത്. അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം അദ്ദേഹം മരിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് കൊണ്ടുവരാതെ, അദ്ദേഹം വർഷങ്ങളോളം ഉള്ള അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലമായ തിരുവനന്തപുരത്ത് കൊണ്ടുവരാതെ, AK സെന്ററിൽ കൊണ്ടുവരാതെ നേരെ വിട്ടു കണ്ണൂരേക്ക്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഈ യാത്രകൾ, അതായത്
ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അത് കണ്ട് അന്നേ ആര് വിഷമിച്ചിരുന്നു? കോടിയേരി ബാലകൃഷ്ണ ഭാര്യ വിഷമിച്ചിരുന്നു, വിനോദിന് വിഷമിച്ചിരുന്നു. പറയാതെ എടോ ഉമ്മൻചാണ്ടി മരിച്ചതിന്റെ 1 വർഷമല്ലേ തികഞ്ഞിരിക്കും. താൻ അതിനകത്ത് കോടിയേരിയെ കൂട്ടി കെട്ടുന്ന എന്തിനാണോ? വെറുതെ കൂട്ടി കെട്ടിയതല്ലോ. കോടിയേരി ഞാൻ പറയട്ടെ, അത് ആ കുടുംബവുമായുള്ള ആ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണത്. രാഷ്ട്രീയത്തിനപ്പുറം അവർ തമ്മിൽ നല്ല വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആൾക്കാരാണ്. ഉമ്മൻചാണ്ടി വിശുദ്ധനാണ് എന്നുള്ളത്. അല്ല നിങ്ങളല്ലേ എന്താ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലല്ലോ. പറഞ്ഞോ കോടിയേരി. അവർ തമ്മിലുള്ള വ്യക്തിബന്ധം ആർക്കാണ് അറിയാത്തത്? കേരളത്തിൽ ആർക്കാണ് അറിയാത്തത്? പിണറായി അല്ലെ നേരത്തെ ഈ ചെവി അറിഞ്ഞിരുന്നുവെങ്കിൽ തടയുമായിരുന്നല്ലോ. കോടിയേരി ബാലകൃഷ്ണ ആ കുടുംബവുമായിട്ടുള്ള ബന്ധമാണോ അത്? ശരിയാ. ആ കോടിയേരി പോയാൽ പിന്നെ എന്ത് വിനോദിനി എന്ത് ബിനീഷ് എന്ന് മേടിക്കുന്ന ടീമിനോടാ. അവിടെ പോയാൽ എന്ത് ഇല്ലെങ്കിൽ എന്ത്. പിന്നെ സുഹൃത്തുക്കളെ, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കോടിയേരി സഖാവ് അവസാന നാളുകളിൽ തീരെ വയ്യാതിരുന്ന സമയത്ത് പോലും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് വയ്യാതിരുന്നപ്പോൾ പോലും കോടിയേരി സഖാവിനെ പോയി കണ്ട ആളാണ്. ഓ, നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ? നിങ്ങൾ ഇതൊക്കെ ഓർക്കാറുണ്ടോ? ഓ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം ആ കുടുംബങ്ങൾ തമ്മിൽ അത്ര അടുപ്പമുണ്ട്. അതൊരു രാഷ്ട്രീയത്തിന്റെ പേരിൽ വിവാദത്തിലേക്ക് പലതവണയായി തച്ചുടയ്ക്കാൻ പലരും ശ്രമിച്ച കഥകളും നമുക്കിവിടെ അറിയാം. എടോ, ബിനീഷ് കോടിയേരി പറഞ്ഞത് എന്താണ്? ഏറ്റവും കൂടുതലും നരനായാട്ട് അനുഭവിച്ച 2 കുടുംബങ്ങളാണ് ഞങ്ങളെന്ന്. അപ്പൊ ആരെ ഉദ്ദേശിച്ചുകൊണ്ടാ അത് പറഞ്ഞത്? ആരെ തങ്ങിക്കൊണ്ടാ അത് പറഞ്ഞത്? ആരെ തങ്ങിക്കൊണ്ടായിരിക്കും അത് പറഞ്ഞത്? കോൺഗ്രസിന്. എന്തോ ഇങ്ങനെ? കോൺഗ്രസിന്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ കാല് വാരിയവരല്ലേ കൂട്ടത്തിൽ നിന്നവരൊക്കെ? സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ ഒരു സ്ത്രീയോട്, സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് വെച്ച് ഉപമിച്ച് സഭയ്ക്കകത്ത് പറഞ്ഞത് ആരാണാവോ? നടുറോഡിൽ ഇറങ്ങിയപ്പോ അദ്ദേഹത്തെ കല്ലെറിഞ്ഞത് ആരാണാവോ? എന്നിട്ടും ഇന്നും അദ്ദേഹം ജനഹൃദയ മനസ്സിൽ ഇന്നും അദ്ദേഹം ഉണ്ടടോ ഒരു നുറുങ്ങു വെട്ടം പോലെ. നുറുങ്ങ് ചെറിയ ഇച്ചിരിയേ ഉള്ളു. അത്രയും പോലും ഇല്ലല്ലോ. നിങ്ങൾ മറ്റേ കടുകുമണിയുടെ അത്രയും പോലും ഇല്ലല്ലോ ഈ പറഞ്ഞ പിണറായി. അതിപ്പോ ഞങ്ങളുടെ മുഖ്യമന്ത്രി മരിക്കണോന്നാണോ താൻ പറയുന്നത്? ഞങ്ങളൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ചത്ത പോലല്ലേ ഇപ്പൊ ജീവിക്കുന്നേ. പോടോ, മിണ്ടാത്ത പോലെ ഇരിക്കാം, ഒന്ന് കാണാത്ത പോലെ ഇരിക്കാം. അങ്ങനത്തെ ടീം തന്നെയാണല്ലോ സുഹൃത്തുക്കളെ. സാഗരമിളകും. ഓ, മറ്റേ ഉവരക്തങ്ങളായിരിക്കും. ഉവയല്ല. ഓ, നിങ്ങൾക്ക് കുറെ ഊത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ. സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇടാത്തതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഒരു പോസ്റ്റ് ഇട്ട് തീർക്കേണ്ടതാണോ ആ ബന്ധം? താൻ പറ. അപ്പൊ എന്താണോ എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ഇയാൾ ഈ കിടന്ന് കാണിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇയാൾ ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇയാൾ ആരെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? പോസ്റ്റ് അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് പോലും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഇട്ടില്ലെന്ന്. അതിനൊരു 2 വരി കുറിപ്പിട്ട് തീരുന്ന ബന്ധമാണോ അവർ തമ്മിലുള്ളത്? അപ്പൊ ഈ തമ്മിൽ അത്രയ്ക്ക് നല്ല അടുപ്പമുണ്ടായി. ചൈനയിൽ അയാളുമായിട്ട് അപ്പൊ അത്ര ബന്ധം ഉണ്ടായിരുന്നോളൂ. താൻ എന്തിനാണ് കേരളത്തിന്റെ കാര്യം പറയുമ്പോ ചൈനയിലോട്ട് കെട്ടി എഴുതുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ചൈനയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് തുമ്മിയാലും ചെയ്താലും പോസ്റ്റിരുന്നേ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഉമ്മൻചാണ്ടി നേതാവ് പിണറായിയുടെ ഹൃദയത്തിലുണ്ട്. അത് മതി. അയാളൊക്കെ കേക്കണ്ട ഇയാളെ ഇപ്പൊ വിളിച്ച് പറയുന്നത്. എടോ, തന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നല്ലത്. എടോ, ഒരിക്കലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മര്യാദ കാണിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ. നിങ്ങൾക്കറിയാം, നായനാരും കരുണാകരനും തമ്മിൽ സമ്മതിക്കടോ. ഉമ്മൻചാണ്ടി അല്ല, നായനാരും കെ കരുണാകരനും തമ്മിലുള്ള ബന്ധത്തിന്റെ എത്രയോ വീഡിയോ ഉണ്ടോ? ഉള്ളിൽ തേങ്ങുകയാണ് മുഖ്യമന്ത്രി. അയ്യോ, ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ. ഉള്ളിൽ തേങ്ങയോ? എന്താണോ ഈ പറയുന്നേ? തേങ്ങയല്ലോ. ചിരിക്കുകയല്ല സുഹൃത്തുക്കളെ, ഞാൻ എന്നാൽ കരയുകയാണ്. ഞാൻ എന്നാൽ പോയി പുതുപ്പള്ളി പള്ളിയിൽ ഒരു തിരി എത്തിച്ചിട്ട് വരാം. വെട്ടും നിന്റെ കാല്. കുറ്റം പോയില്ലേലും കരയാതെ എനിക്ക് ചിരി വരുന്നു. മിണ്ടാതിരി, കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇന്നലെ വരെ മേയർ കരഞ്ഞപ്പോഴായിരുന്നു ഇവർക്ക് ചിരി. ഞങ്ങളുടെ കരച്ചിലിന് ഇവിടെ ഒരു വിലയില്ലല്ലോ. അന്നേരം
ഞങ്ങൾ മനുഷ്യന്മാരല്ലല്ലോ ഇവിടെ. കാണ്ടാമൃഗ. സുഹൃത്തുക്കളെ, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറയാതെ എടോ, അങ്ങനെയല്ലടോ. എടോ, ഒരു പ്രതിപക്ഷ ബഹുമാനം. എടോ, താനിപ്പോ തന്നെ ആരെങ്കിലും അടിച്ചു കൊന്ന് അവിടെ കെട്ടി തൂക്കിയിട്ടാ ഞങ്ങൾ പറയില്ലേ, ഞങ്ങൾ കരയില്ലേ, ഞങ്ങൾ തേങ്ങില്ലേ, ഞങ്ങൾ പോസ്റ്റിടില്ലേ ഞങ്ങളുടെ കുഞ്ഞളിയെ? ശല്യം പോയെന്നായിരിക്കും. അയ്യ, അങ്ങനെയല്ലടോ. അങ്ങനെ പറയടോ. ഞാൻ താത്വികാചാര്യനോട് പറയാം, നമുക്ക് പ്രതിപക്ഷ ബഹുമാനം വേണമെന്ന്. ഇനിയിപ്പോ വേണ്ട, നിങ്ങളുടെ ബഹുമാനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. താനല്ലേടോ പറഞ്ഞത് ഇത് കിട്ടുന്നില്ലല്ലോ. കുത്തുവിടോ, ഞങ്ങൾ കുത്തുവിടോ, ഇങ്ങനെ ഇട്ട് കുത്തുവിടോ തന്നെ. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു സുഹൃത്തുക്കളെ. എന്തുകൊണ്ടാണാവോ? എനിക്ക് താല്പര്യമില്ല. ചെയ്താലും കുറ്റം, ചെയ്തില്ലേലും കുറ്റം. എന്റെ പൊന്നിപ്പുനറായി, താങ്കൾ ഇങ്ങനെ ഈ പോസ്റ്റിലാതിരിക്കുന്ന ഈ കുട്ടികൾ കൂടെ കരഞ്ഞു നിലവിളിക്കുന്നത് ഒന്ന് ഇട്ടൂടെ പോസ്റ്റ്? അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഞങ്ങൾക്ക് വേണ്ട. താൻ എവിടെയും ഓരോരുത്തോ തനിക്ക് വേണോ വേണ്ടേ? വേണ്ട. പുല്ല്, ഞാൻ വരണ്ടായിരുന്നു ഞാനിത്. പക്ഷെ വേണം. എടാ, നിങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യല്ലോ. ഞങ്ങൾക്ക് ഒന്നും ചെയ്യണോ? ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളെ. ശരി, കാണാം.